കഠിനാധ്വാന ശീലമുണ്ടെങ്കിൽ, ഉത്സാഹിയാണെങ്കിൽ വലിയ സ്വാധീനത്തിലേക്കും ഉത്തരവാദിത്വത്തിലേക്കും നമ്മളെ കൊണ്ടുപോകും. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. നാം ദൈവ വഴിയിലൂടെ നടക്കുമ്പോൾ ദൈവ ശബ്ദം കേട്ട് അവൻ്റെ കാൽപാദം മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ കാൽപാദങ്ങളെ പിന്തുടരുമ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഒരിക്കൽ അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് നീ നിൻ്റെ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലമെല്ലാം വിട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞു. അവൻ്റെ ആ ശബ്ദം കേൾക്കാൻ അവൻ തയ്യാറായപ്പോൾ ദൈവം പിന്നീട് ചെയ്തത് ഒത്തിരി അനുഗ്രഹങ്ങളെ അവന് നൽകിയാണ്. അവനൊരു അനുഗ്രഹമായിരിക്കുന്നു, അവൻ അനേകർക്കൊരു അനുഗ്രഹമായിരിക്കുന്നു, അവനാൽ അനേകർ അനുഗ്രഹം പ്രാപിക്കുമെന്നും തുടങ്ങിയുള്ള അനുഗ്രഹങ്ങളൊക്കെ ദൈവം അബ്രഹാമിന് നൽകി. ഇതുപോലെ കർത്താവിൻ്റെ ചുവടിൻ്റെ പിറകിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ കാലടികളെ പിന്തുടരുവാൻ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും: നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണ്. നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി ദൈവം ആക്കി വെച്ചിട്ടുള്ളൊരു അനുഗ്രഹമാണ്. നിങ്ങൾ അനേകരെ അനുഗ്രഹിക്കുന്നവരായി തീരുവാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ സ്പോൺസർ, നമുക്കൊരു കോ സ്പോൺസറാണ്, തിരുവനന്തപുരത്ത് നിന്ന് സിസ്റ്റർ അമ്മണിയാണ്. താങ്ക് യു സിസ്റ്റർ അമ്മണി, താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ മെയ് 29 മകൾ അഞ്ജുവിൻ്റെ ജന്മദിനം കൂടിയാണ് വരാൻ പോകുന്നത്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. അതോടൊപ്പം മെയ് 17 കൊച്ചുമകൾ മേഘയുടെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അഞ്ജു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് കർത്താവെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ, അത് പുതുക്കി ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. അഞ്ജുവിൻ്റെ വിവാഹം നല്ല രീതിയിൽ നടക്കുവാൻ, അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികം ഒരുങ്ങി വരുവാൻ, മൂത്ത മകൾ മഞ്ജുവിൻ്റെ ഡിവോഴ്സിൻ്റെ കേസ് പരിഹരിക്കപ്പെട്ട് ലഭിക്കുവാനുള്ള സ്വർണ്ണമെല്ലാം തിരികെ ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നമ്മുടെ ദ ഗ്യാദറിംഗ് മീറ്റിംഗ് നടക്കാൻ പോകുന്നത് ആദ്യത്തേത് ഈ വരുന്ന 22-ാം തീയതി ബാംഗ്ലൂർ വെച്ചും 23-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. പാസ്റ്റർ ഡാമിയൻ ശുശ്രൂഷിക്കുന്ന കൂടുതൽ ഡീറ്റെയിൽസ് ഈ സമയത്ത് സ്ക്രീനിൽ കാണാം. അതോടൊപ്പം തന്നെ ഈ വരുന്ന ഞായറാഴ്ച 24-ാം തീയതി പാസ്റ്റർ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ സഭയുടെ ആരാധനയിൽ പങ്കെടുക്കുകയാണ്. ദയവായി കടന്നു ചെല്ലുക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യട്ടെ. കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കും വചന സന്ദേശത്തിലേക്കും അതോടൊപ്പം തന്നെ ആരാധനയിലേക്കും നമുക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് മെയ് 19 ട്യൂസ്ഡേ. നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ ആ പേജ് എടുക്കുക, ഈ റിബൺ ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ഫോക്കസ് വേർഡ് കണ്ടായിരുന്നു, ഡിലിജൻസ്. അതിനെ പല രീതിയിൽ പറയാമെങ്കിലും ഞാൻ അതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു മലയാളം വേർഡ് അധ്വാനശീലം, കഠിനപ്രയത്നശീലം എന്നൊക്കെ പറയാം. എങ്കിലും സിംപ്ലി മനസ്സിലാക്കാൻ അധ്വാനശീലം. അപ്പോൾ ഇപ്പോൾ ഇത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇതിന് ശേഷം റീപ്ലൈ വേറെ ഏതെങ്കിലും സമയത്ത് കാണുന്നവരും, നിങ്ങൾ കാണാൻ തുടങ്ങുന്ന ഈ നിമിഷം കമൻറ്റ് സെക്ഷനിൽ അത് ടൈപ്പ് ചെയ്യുക. ഇംഗ്ലീഷിലാണെങ്കിൽ ഡിലിജൻസ്, മലയാളത്തിലാണെങ്കിൽ അധ്വാനശീലം ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ടൈപ്പ്, അത് നിങ്ങളുടെ അറ്റൻഡൻസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. ഓൾറൈറ്റ്. ഇനി അതിൻ്റെ ഫോക്കസ് വേഴ്സ് നോക്കാം. പ്രോവർബ്സ് 12 and verse number 24. The hand of the diligent will rule, while the lazy will be put to forced labor. മലയാളം നോക്കിയേ. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും. മലയാളത്തിൽ ഡിലിജൻറ്റിന് ഉത്സാഹികൾ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പഴയ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ അധ്വാനശീലമുള്ളവരുടെ, ഉത്സാഹികളുടെ, കുഴപ്പമില്ല, ഉത്സാഹികൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കൈ അധികാരം നടത്തും. അവരായിരിക്കും റൂൾ ചെയ്യാൻ പോകുന്നത്. നല്ല ഉത്സാഹത്തോടുകൂടെ കഠിനാധ്വാനശീലത്തോടുകൂടെ വർക്ക് ചെയ്യുന്നവർ, അവരായിരിക്കും അധികാരം നടത്തുക, അല്ലെങ്കിൽ വാഴുന്നത്, ഭരിക്കുന്നത്. മടിയൻ അടിമ വേലയ്ക്ക് പോകേണ്ടി വരും. അതിൻ്റെ ഓപ്പോസിറ്റ്, ഡിലിജൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ലേസി. മടിയൻ അടിമ വേലയ്ക്ക് പോകേണ്ടി വരും. മടി പിടിച്ചിരിക്കുന്ന ആളുകൾ
ഏതെങ്കിലുമൊക്കെ ഫോഴ്സ്ഡ് ലേബറിലേക്ക് പോകേണ്ടി വരും. എന്ന് വെച്ചാൽ അവരെ ഈ അടിമവേലയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഇഷ്ടമുണ്ടോ, മൂടുണ്ടോ, സുഖമാണോ, സുഖമല്ല, അതൊന്നും ഒരു വിഷയമല്ല. അടിച്ച് വേലയിപ്പിക്കുക, അതാണ് അടിമവേല. ഓക്കെ, അതാണ് സദൃശവാക്യം 12:24 ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ഡെക്ലറേഷൻ നോക്കുക. പ്രഖ്യാപനം എന്താണ്? ഐ വർക്ക് ഡിലിജൻ്റ്ലി ടുഡേ. ഇന്ന് ഞാൻ ഉത്സാഹത്തോടെ പ്രവർത്തിക്കും അഥവാ ജോലി ചെയ്യും. God rewards my effort with promotion and increase. ദൈവം എനിക്ക് സ്ഥാനക്കയറ്റത്തോടുകൂടെയും വർധനവിനോടുകൂടെയും പ്രതിഫലം നൽകും. അതാണ് എൻ്റെ പ്രഖ്യാപനം, അതാണ് എൻ്റെ വിശ്വാസം. ബൈബിൾ റീഡിംഗ് പ്ലാൻ ആ പേജിൽ തന്നെ ഉണ്ട്, വായിക്കുക, ടിക്ക് ചെയ്യുക. ഡിലിജൻസ് എന്താണ്? അധ്വാനശീലം അല്ലെങ്കിൽ ഉത്സാഹത്തോടുകൂടെ വർക്ക് ചെയ്യുന്ന ഹാബിറ്റ്, അതാണ് ഡിലിജൻസ് ഉദ്ദേശിക്കുന്നത്. 4 കാര്യങ്ങൾ പറഞ്ഞോട്ടെ, റെഡിയാണോ? നമ്പർ 1, ഡിലിജൻസ് ടേൺസ് പൊട്ടൻഷ്യൽ ഇൻ ടു പ്രോഗ്രസ്. അധ്വാനശീലം കഴിവിനെ പുരോഗതിയാക്കി മാറ്റുന്നു. ഒത്തിരി പേർക്ക് കഴിവുണ്ട്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എല്ലാവരുടെ അകത്തും ഒരു ഡിലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിത്വം ഇരിപ്പുണ്ട്, ലേസി ആയിട്ടുള്ളൊരു വ്യക്തിത്വം ഇരിപ്പുണ്ട്. ഇപ്പം എൻ്റെ അകത്ത് ഭയങ്കര ഉത്സാഹിയായി വർക്ക് ചെയ്യുന്നൊരു ക്യാരക്ടറും കാണും. അപ്പോൾ തന്നെ ഒരല്പം മടി എവിടെയെങ്കിലുമൊക്കെ കാണും. അതിപ്പോൾ ചെയ്യണ്ട, മാറ്റിയിടാൻ തോന്നിപ്പിക്കുന്നു. ഇന്ന് വേണ്ട, നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം എന്ന് പറയുന്നൊരു വ്യക്തിത്വം, അതിൻ്റെ ഒരു ക്യാരക്ടർ കൂടെ എൻ്റെ അകത്ത് കിടപ്പണം. എല്ലാവരുടെ അകത്ത് കാണും. ചിലരുടേത് അത്യുത്സാഹത്തിൻ്റെ ശീലം വളരെ പ്രോമിനൻ്റ് ആയിരിക്കും, മടി കുറവായിരിക്കും. ചിലരുടെ നേരെ തിരിച്ചു വരും, പൊതുവേ മടിയാണ്. പിന്നെ ചെയ്യും, അത് വേറെ കാര്യം. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ ഏതാ കൂടുതൽ നിൽക്കുന്നത്? അധ്വാനശീലം കൂടുതലാണോ, മടി കൂടുതലാണോ? മറ്റുള്ളവർ അറിഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഐ ആം എ ഡിലിജൻറ്റ് പേഴ്സൺ, ഐ ആം എ ലേസി പേഴ്സൺ. ഞാൻ ശീലമുള്ളയാളാണ് എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെയുള്ളവർ. അല്ല, മടി കൂടുതലുള്ളവരാണെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്യുക. മറ്റുള്ളവർ അറിഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് നന്നാക്കാന്നേ, ശരിയാക്കി എടുക്കാം. കാരണം എനിക്കും മടി പിടിക്കുന്നൊരു സ്വഭാവം ചെറുപ്പം മുതലേ. ചില കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുമെങ്കിലും പൊതുവേ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. എങ്കിലും ചില കാര്യങ്ങളൊക്കെ മടി വരും, മാറ്റിയിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത് ഏജ് കൂടുന്തോറും ആ അധ്വാനശീലം എന്നിൽ കൂടിക്കൊണ്ടിരിക്കുക. കാരണം ഇനി ഇത്രയും ജീവിച്ച അത്രയും വർഷം ഇനി മുമ്പോട്ട് ഏതായാലും ഇല്ലല്ലോ. ഇനി ഈ ഭൂമിയിലുള്ള എൻ്റെ പ്രവർത്തനത്തിൻ്റെ സ്കോപ്പിൻ്റെ സമയപരിധി കുറഞ്ഞു വരുന്നു എന്നുള്ള ബോധ്യം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റായി, കുറച്ചുകൂടെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് എന്നിലുള്ള മടിയെ ഞാൻ അറവ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് അതിനെ മാറ്റി ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലോട്ട് ഇപ്പം ഞാൻ വന്നുകൊണ്ടിരിക്കുക. സോ ഒന്നാമത്തേത് നോട്ട് ചെയ്തായിരുന്നോ? ഡിലിജൻസ് ടേൺസ് പൊട്ടൻഷ്യൽ ഇൻ ടു പ്രോഗ്രസ്. കഠിനാധ്വാന ശീലം അല്ലെങ്കിൽ ഉത്സാഹത്തിൻ്റെ ശീലം കഴിവിനെ പുരോഗതിയാക്കി മാറ്റുന്നു. ഒത്തിരി പേർക്ക് അവരുടെ അകത്ത് കഴിവുകൾ ഇങ്ങനെ കിടക്കുക. ദൈവം കഴിവുകളോടുകൂടി ആണ് അവരെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്നാൽ പലതും വളരെ ഡോർമൻ്റാണ്, ഇതുവരെ പുറത്തെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് നോട്ട് എവറി വൺ ഡെവലപ്സ് ദം. ദൈവം തന്നിട്ടുള്ള കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നവർ കുറവാണ്. പലതും അവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഒരു ആംഗലേയ കവി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച സ്ഥലം എന്ന് പറയുന്നത് സെമിത്തേരിയാണ്. ന്യൂയോർക്കല്ല, ദുബായ് അല്ല, സ്വിറ്റ്സർലൻഡ് അല്ല, പിന്നെ എന്താണെന്ന് പറയുന്നത്? ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലം സെമിത്തേരിയാണ്. കാരണം സെമിത്തേരിയിലാണ് ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ. ഇപ്പോൾ അന്തി ഉറങ്ങുന്നത് അല്ലെങ്കിൽ മണ്ണിൽ ഉറങ്ങുന്നത്, ഇതുവരെ റിലീസ് ചെയ്യാത്ത പുസ്തകങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഇതുവരെ വിരിഞ്ഞു വരാത്ത സ്വപ്നങ്ങൾ അവിടെ ബറി ചെയ്തിട്ടുണ്ട്. ഇതുവരെ എഴുതി തീർക്കാത്ത കവിതകൾ അവിടെയുണ്ട്, നോവലുകൾ അവിടെയുണ്ട്. ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങൾ ഒരു സെമിത്തേരിയുടെ അകത്ത് മറഞ്ഞു കിടക്കുകയാണ്.
ചോദ്യം ഇതാണ്, നിങ്ങളെയും എന്നെയും ശവസംസ്കാരം നടത്തുന്ന ദിവസം ഒത്തിരി കാര്യങ്ങൾ ദൈവം തന്നത് നമ്മളോടൊപ്പം ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വിധേയമാകുമോ, അതോ അതെല്ലാം ചെറുകെടുത്ത് പറന്ന് മറ്റുള്ളവർക്ക് നന്മയായി സമൂഹത്തിന് അനുഗ്രഹമായി മാറുമോ? ഇതാണ് നമ്മുടെ ചോദ്യം. ഡിലിജൻസ് ഈസ് കൺസിസ്റ്റൻ്റ് എഫേർട്ട് അപ്ലൈഡ് ഓവർ ടൈം. ഒത്തിരി ഓരോ അനുസരിച്ച് സ്ഥിരോത്സാഹത്തോടുകൂടെ നടത്തുന്ന അധ്വാനമാണ്, പ്രയത്നമാണ് ഡിലിജൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ അധ്വാനശീലം എന്ന് പറയുന്നത്. ഒരു താലന്ത്, ഒരാൾക്കൊരു കഴിവുണ്ടെന്നിരിക്കുക, ആ കഴിവ് കൊണ്ട് അവസരങ്ങളുണ്ടായി വരും, വാതിലുകൾ തുറന്നു കിട്ടും. ബട്ട് ഡിലിജൻസ് കീപ്സ് ഇറ്റ് ഓപ്പൺ. എന്നാൽ അത് തുറന്ന് തന്നെ കിടക്കണമെങ്കിൽ, തുറന്ന വാതിൽ അതുപോലെ തന്നെ ഓപ്പണായിട്ടിരിക്കണമെങ്കിൽ സ്ഥിരമായി അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സദൃശവാക്യങ്ങൾ 10:4 ലേസി ഹാൻഡ്സ് മേക്ക് ഫോർ പോവർട്ടി ബട്ട് ഡിലിജൻറ്റ് ഹാൻഡ്സ് ബ്രിങ് വെൽത്ത്. മടിയുള്ള കൈകൾ, ഒത്തിരി പേരുടെ കൈക്ക് മടിയുള്ള കൈകൾ ദാരിദ്ര്യത്തെ കൊണ്ടുവരും, വീട്ടിലേക്ക് ദാരിദ്ര്യം കൊണ്ടുവരും. മടി പിടിച്ച കൈകളാണ് ദാരിദ്ര്യം കൊണ്ടുവരുന്നത്. ബട്ട് ഡിലിജൻറ്റ് ഹാൻഡ്സ് ബ്രിങ് വെൽത്ത്. എന്നാൽ അധ്വാനശീലമുള്ള കൈകൾ സമ്പത്ത് കൊണ്ടുവരും. എക്ലീസിയാസ്റ്റസ് 9:10 സഭാപ്രസംഗം 9:10 whatever your hand finds to do it with all your might. നിങ്ങളുടെ കൈകൊണ്ട് എന്ത് ചെയ്യുന്നു അതെല്ലാം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ ചെയ്യുക. 2 തിമോത്തിയോസ് 1:6 ഫാൻ ഇൻ ടു ഫ്ലെയിം ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കുക. എന്ത് കഴിവുണ്ടെങ്കിലും അതിനെ ജ്വലിപ്പിക്കുക. പൊട്ടൻഷ്യൽ അൺയൂസ്ഡ് റിമെയിൻസ് ഡോർമെൻറ്റ്. ഒരിക്കലും ഉപയോഗിക്കാത്ത കഴിവുകൾ സുഷുപ്തിയിലാണ്ട് അവിടെ കിടക്കും. ഞാൻ സാധാരണ പറയാറില്ലേ, അഗ്നിപർവ്വതങ്ങൾ പ്രധാനമായി 2 രീതിയിലാണ്. സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഡോർമെൻറ്റ് ആയിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ, അതായത് സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതങ്ങൾ എന്നാണ് അതിനെ പറയുന്നത്. ആക്റ്റീവ് വോൾക്കാനോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ലാവ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് പൊട്ടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡിലിജൻസ് എവേക്കൻസ് കപ്പാസിറ്റി. നമ്മുടെ അധ്വാനശീലമാണ് നമ്മിലുള്ള കഴിവുകളെയും അതിന് ഉൾക്കൊള്ളുമുള്ള കഴിവും വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു വയലെടുത്താൽ അതിൽ വളരെ നല്ല വളക്കൂറുള്ള ഫെർട്ടൈലായിട്ടുള്ള സോയിലുള്ള ഒരു വയലെടുത്തെന്നിരിക്കട്ടെ. ആ വയലെടുത്ത് കഴിഞ്ഞാൽ അൺലെസ് ഇറ്റ് ഈസ് കൾട്ടിവേറ്റഡ്, അതിനെ ശരിക്കും കിളച്ച് മറിച്ച് ശരിയാക്കി എടുക്കുന്നില്ലെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് വീഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഹാർവെസ്റ്റ്. അതിനെ കൾട്ടിവേറ്റ് ചെയ്ത് കൃഷി ചെയ്യുന്നില്ലെങ്കിൽ, നല്ല വളക്കൂറുള്ള മണ്ണാണ്, പക്ഷെ അതിൽ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ അതിൽ കളകളെ വളരും. നല്ല മണ്ണാണ്. അതുകൊണ്ട് നമ്മൾ ദൈവം തന്നിട്ടുള്ള ഓരോന്നും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. നമ്പർ 2, ഡിലിജൻസ് ഈസ് ബിൽറ്റ് ത്രൂ ഡെയിലി ഹാബിറ്റ്സ്. ദിനംതോറുമുള്ള നമ്മുടെ ഹാബിറ്റ്സ് ഉണ്ടല്ലോ, ശീലങ്ങൾ, അതിലൂടെയാണ് ഈ അധ്വാനശീലത്തെ പണിത് കൊണ്ടുവരുന്നത്. വല്ലപ്പോഴും കഠിനാധ്വാനശീലം കാണിക്കുന്നതല്ല, സ്ഥിരമായി കാണിച്ചു കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. ഗ്രേറ്റ് ഔട്ട്കം ആർ യൂഷ്വലി ദ റിസൾട്ട് ഓഫ് റിപ്പീറ്റഡ് സ്മോൾ ആക്ഷൻസ്. കൊച്ചു കാര്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ നിന്നും വലിയ ചില ഫലം അല്ലെങ്കിൽ റിസൾട്ട് ഉളവായി വരുന്നത്. ഡിലിജൻസ് ഈസ് നോട്ട് ഒക്കേഷണൽ ഇൻറ്റൻസിറ്റി. നേരത്തെ പറഞ്ഞില്ലേ, ഇടയ്ക്ക് തീവ്രമായി പ്രവർത്തിക്കുന്നു, പിന്നെ പഴയതുപോലെ ആയിത്തീരുന്നു. അങ്ങനെയല്ല. ഇറ്റ് ഈസ് ഡിസിപ്ലിൻഡ് കൺസിസ്റ്റൻസി. അതായത് സ്ഥിരതയുള്ള ആ സ്വഭാവത്തെ നമ്മൾ അച്ചടക്കത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എബ്രായ ലേഖനം 6:11 വായിച്ചു നോക്കി. അതിൽ പറയുന്നത് ഷോ ഡിലിജൻസ് ടു എവ്രി എൻഡ്. എല്ലാറ്റിലും നമ്മൾ ആ അധ്വാനശീലം അല്ലെങ്കിൽ ഉത്സാഹശീലം കാണിക്കണം. സ്മോൾ റൂട്ടീൻസ് ഷേപ്പ് ലാർജ് റിസൾട്ട്സ്. കൊച്ചു ദിനചര്യകളാണ് വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നത്.
ദിവസം തോറുമുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ശരീരം. എല്ലാ ദിവസവും ശരീരത്തെ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ആരോഗ്യം മുഴുവൻ ക്ഷയിച്ച് ഇല്ലാതെ പോകും. അപ്പം നമ്മൾ ദിവസവും നമ്മുടെ ആരോഗ്യത്തെ നോക്കണം, സംരക്ഷിക്കണം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗോവണി ഉണ്ടോ? ചിലപ്പോൾ 2 നിലയൊക്കെ ഉള്ള വീടുകൾ കാണുമല്ലോ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് എങ്ങനെ ഒരു സ്റ്റെപ്പ്, ഒരു കാലെടുത്ത് അടുത്തതിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പ്, ഇതെടുത്ത് മുകളിലേക്ക് വെക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ എന്തോ ഭയങ്കര ഉയരത്തിലെത്തിയതുപോലെ തോന്നും. ഇറ്റ്സ് നോട്ട് ഡ്രമാറ്റിക്. നാടകീയമായ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. നത്തിങ് സ്പെക്ടാക്കുലർ. ഒരു സ്റ്റെപ്പ് വെച്ചുകൊണ്ട് എന്താ? പക്ഷേ ഓരോ സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ അടുത്ത ഫ്ലൈറ്റിലെത്തി, അടുത്തത് കഴിയുമ്പോൾ അടുത്ത ലെവലിലെത്തി. സോ ഇത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെ നിരന്തരമായി ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥിതിയിൽ, അവസ്ഥയിൽ അല്ലെങ്കിൽ നിലയിൽ എത്തിച്ചേരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഡെയിലി ഫെയ്ത്ത്ഫുൾനെസ് ലിവ്സ് ഡെസ്റ്റിനി. നമ്മുടെ ഭാവിയിലേക്ക്, നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് നമ്മെ എത്തിക്കുന്നത് കൊച്ചു കൊച്ചു സ്റ്റെപ്പുകളാണ്. ചെറിയ സ്റ്റെപ്പുകൾ എടുത്തെടുത്ത് പോകുമ്പോഴാണ്. അതല്ലാതെ ഒറ്റയടിക്ക് അങ്ങ് പോകുകയല്ല ചെയ്യുന്നത്. നമ്പർ 3, ഡിലിജൻസ് ലീഡ്സ് ടു ഇൻഫ്ലുവൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. കഠിനാധ്വാനശീലമുണ്ടെങ്കിൽ, ഉത്സാഹിയാണെങ്കിൽ അത് വലിയ സ്വാധീനത്തിലേക്കും ഉത്തരവാദിത്വത്തിലേക്കും നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഫോക്കസ് വേഴ്സിൽ കാണുന്നത് ദ ഹാൻഡ് ഓഫ് ദ ഡിലിജൻറ്റ് വിൽ റൂൾ. ഉത്സാഹിയായവൻ എന്തു ചെയ്യും? അവൻ്റെ കരങ്ങളാണ് ഭരണം നടത്തുന്നത്, വാഴുന്നത്. സ്ക്രിപ്ചർ കണക്ട്സ് ഡിലിജൻസ് വിത്ത് സ്റ്റുവാർഡ്ഷിപ്പ് ആൻഡ് ലീഡർഷിപ്പ്. തിരുവെഴുത്ത് ഈ ഡിലിജൻസിനെ അല്ലെങ്കിൽ ഉത്സാഹത്തെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്ന ആ സ്റ്റുവാർഡ്ഷിപ്പും ഉണ്ട്, ലീഡർഷിപ്പുണ്ട്. ഇത് രണ്ടിനോടും കണക്ട് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ കൊച്ചു കാര്യങ്ങൾ വിശ്വസ്തമായി ചെയ്ത് ഉയർന്നു വരുന്നവരാണ് നാളെ പലതിൻ്റെയും മുകളിൽ പലരെയും ഭരണം നടത്താൻ പോകുന്നത്. ദോസ് ഹു മാനേജ് വെൽ ആർ ഓഫ്റ്റൻ ട്രസ്റ്റഡ് വിത്ത് മോർ. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ട കാര്യമാണ്. കയ്യിലുള്ളത് കൊച്ചാണെങ്കിൽ പോലും, അല്പമേ ഉള്ളെങ്കിൽ പോലും അത് നല്ല രീതിയിൽ ചെയ്യുന്നവരെ കൂടുതൽ കാര്യങ്ങൾ നൽകി ദൈവം ഉയർത്തും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ ജോസഫിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്, ജോസഫ് ഓൺ ഫേവർ ആൻഡ് വാസ് പുട്ട് ഇൻ ചാർജ്. വളരെ എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഏറ്റവും താഴെയുള്ള ജോലിയാണ് ജോസഫിന് കിട്ടിയത്. അടിമവേല എന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ അവനെ പൊത്തീഫർ മേടിച്ചു കൊണ്ടുപോയി മാർക്കറ്റ്, ഈ അടിമച്ചന്തയിൽ നിന്ന് അവനെ മേടിച്ചു കൊണ്ടുപോയത്തെ ആദ്യത്തെ ദിവസങ്ങളിൽ അവന് കിട്ടിയ ട്രീറ്റ്മെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. പേരാരെങ്കിലും വിളിക്കുമോ? എന്തെങ്കിലുമൊക്കെ ഒരുപക്ഷെ അവരെ വളരെ ഹീനമായ രീതിയിലായിരിക്കും അഭിസംബോധന ചെയ്യുന്നതും ആക്രോശിക്കുന്നതും പണിയെടുപ്പിക്കുന്നതും. അടിമയാണല്ലോ, പോലെയല്ല, അടിമയായിട്ടാണ് അവനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവൻ കാര്യങ്ങൾ എല്ലാ ദിവസവും നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ ചെയ്യിപ്പിക്കുന്ന ആളുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങി. വാവ്, ഇവൻ കൊള്ളാമല്ലോ. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആകാൻ തുടങ്ങി, പ്രൊമോഷനുകൾ ലഭിക്കാൻ തുടങ്ങി. ആ പ്രൊമോഷൻ സ്ഥിരമായുള്ള ഉത്സാഹശീലം കൊണ്ട് ഈ അടിമയായിരുന്ന ഇവൻ എവിടെ എത്തി? രാജ്യത്തെ ഏറ്റവും ടോപ്പ് ലെവലിലെത്തി. ഞാനങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ്. നിങ്ങളിൽ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും ദിവസം തോറും ചെയ്യുന്ന കാര്യങ്ങൾ ഉത്സാഹത്തോടുകൂടെ മടിയില്ലാതെ ചെയ്ത് വരുമ്പോൾ അതിലൂടെ വരുന്നൊരു ഉയരമുണ്ട്, അതിലൂടെ വരുന്നൊരു വാഴ്ചയുണ്ട്. അമ്മമാർ, ഒരമ്മ തൻ്റെ ആയുസ്സിൽ, ശരിക്കുള്ളൊരമ്മയുടെ ഫങ്ഷണൽ മദറിൻ്റെ കാര്യം പറയുന്നത്, വീട്ടിലുള്ളവർക്ക് വേണ്ടിയൊക്കെ കുക്ക് ചെയ്യും. ഇപ്പോൾ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് പലരും കുക്ക് ചെയ്യുന്നില്ലായിരിക്കാം, വേറെ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. കുക്ക് ചെയ്യുന്നൊരു മമ്മി ഒരു ആയുസ്സിൽ മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി എത്ര ലക്ഷം മീൽസ് കുക്ക് ചെയ്യുന്നുണ്ടായിരിക്കും? നിങ്ങൾ ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കി. ഒരു ദിവസം 3 നേരത്തെ വെച്ചിട്ട്, ഇന്നിപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉള്ളതുകൊണ്ട് പല രീതികളുണ്ട്. പക്ഷെ എങ്കിലും ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക.
എത്ര ലക്ഷം മീൽസാണ് കുക്ക് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം മീല് കുക്ക് ചെയ്ത് എല്ലാവരും വിളിച്ച്, മക്കളെ വാ, ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാവരും വിളിച്ചു കൊടുത്തു. ഓരോ ദിവസവും ഓരോ മീലും ഓവർ എ പീരീഡ് ഓഫ് ടൈം, പല വർഷങ്ങളെടുത്ത് അതിങ്ങനെ വളർന്ന് 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 കുഞ്ഞുങ്ങൾ വലുതായി വരികയാണ്. കുറേ വർഷങ്ങൾ കഴിയും, ഓ മൈ ഗോഡ്, എൻ്റെ മടിയിലിരുത്തി വായിൽ വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന ആ കുഞ്ഞിന്ന് ദാ നിൽക്കുന്നു 6 അടി ഉയരത്തിൽ. അപ്പം അതിലെ ആ ചാരിതാർത്ഥ്യം, സാറ്റിസ്ഫാക്ഷൻ, അമ്മമാർക്കുള്ള സാറ്റിസ്ഫാക്ഷൻ എന്നോർത്ത് നോക്കി. പക്ഷേ അതെങ്ങനെ ഒറ്റയടിക്കാണോ വന്നത്? ഓരോ മീലും കുക്ക് ചെയ്ത് വന്നു. ഇതുപോലെ ഇൻഫ്ലുവൻസ് ഈസ് ഓഫ്റ്റൻ ദ ഫ്രൂട്ട് ഓഫ് റിലയബിലിറ്റി. നമുക്കൊരാളെ വിശ്വസിക്കാം, അയാൾ കൺസിസ്റ്റൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ അതിലൂടെ വരുന്നത് ഭയങ്കരമായൊരു സ്വാധീനമാണ്. ജനങ്ങളെ സ്വാധീനിക്കും, മക്കളെ സ്വാധീനിക്കും. അധികാരത്തിന് മുമ്പ് വരുന്നൊരു സംഗതിയുണ്ട്. എന്താണെന്നറിയാമോ? വിശ്വസ്തയോടെ സ്ഥിരോത്സാഹത്തോടു കൂടിയുള്ള അധ്വാനം. അതാണ് അതിന് മുമ്പ് വരുന്നത്. നമ്പർ 4, ലേസിനെസ് ക്രിയേറ്റ്സ് ബോണ്ടേജ്. മടിയുണ്ടോ അത് ബന്ധനത്തിൽ അവസാനിക്കും. മടി ബന്ധനത്തെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഫോക്കസ് വേഴ്സിൽ കാണുന്നത്, വൈൽ ദ ലേസി വിൽ ബി പുട്ട് ടു ഫോഴ്സ്ഡ് ലേബർ. മടിയുള്ളൊരു വ്യക്തി ഒരു ഫോഴ്സ്ഡ് ലേബറിനൊരു അടിമ വേല ചെയ്യേണ്ടി വരും. ലേസിനെസ് പ്രോമിസസ് കംഫർട്ട് ബട്ട് പ്രൊഡ്യൂസസ് ലിമിറ്റേഷൻ. ഇപ്പോൾ ഈ മടി പിടിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഇനി ഞാൻ എങ്ങും പോകുന്നില്ല, മടി പിടിച്ച് വീട്ടിലിരിക്കാം, മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അത് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നും, ഒന്നും ചെയ്യണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുക. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്നറിയാമോ? ലിമിറ്റേഷൻ. അങ്ങനെയുള്ളവരുടെ ജീവിതം വളരെ പരിമിതമായിരിക്കും. സദൃശവാക്യങ്ങൾ 24:30 മുതൽ 34 വരെ വായിക്കുമ്പോൾ, ദ നെഗ്ലക്റ്റഡ് ഫീൽഡ് ബിക്കെയിം ഓവർഗ്രോൺ. ഒരു വയലിൽ ഒരു കൃഷിയും ചെയ്യാതെ വർഷങ്ങൾ വെറുതെ ഇട്ടാൽ അതിൽ ചെടികൾ, കളകൾ, ഏതെങ്കിലുമൊക്കെ പടർന്ന് പിടിക്കുന്ന മുള്ള്, ഇതെല്ലാം ഇങ്ങനെ വന്നതൊരു വലിയൊരു ഒന്നിനും ഉപയോഗമില്ലാത്ത, അങ്ങോട്ട് കാൽ പോലും, ഉടമസ്ഥന് പോലും അവിടെ കാൽ ചവിട്ടാൻ പറ്റാത്ത രീതിയിലേക്ക് അത് വളർന്നു വരും. സദൃശവാക്യങ്ങൾ 13:4, ദ സ്ലഗഡ് ക്രേവ്സ് ആൻഡ് ഗെറ്റ്സ് നത്തിങ്, ബട്ട് ദ ഡിസയേഴ്സ് ഓഫ് ദ ഡിലിജൻറ്റ് ആർ ഫുള്ളി സാറ്റിസ്ഫൈഡ്. മടി പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് അവരുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ, എത്ര ആഗ്രഹിച്ചാലൊന്നും കിട്ടാതിരിക്കുമ്പോൾ, ഉത്സാഹിയായിട്ടുള്ള ഒരുവൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ സഫലമാകും. അതുകൊണ്ടാണ് 2 തെസ്സലോനിക്കർ 3:10 പറയുന്നത്, ഇഫ് എനിവൺ ഈസ് നോട്ട് വില്ലിംഗ് ടു വർക്ക് നെയ്തർ ഷുഡ് ദേ ഈറ്റ്. ആർക്കെങ്കിലും ജോലി ചെയ്യാൻ മടിയാണെങ്കിൽ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു ചോർച്ച ഉണ്ടെന്നിരിക്കും, വേനൽക്കാലത്ത് കണ്ടു ഒരു ഹോളുണ്ട്, ഇപ്പോൾ മഴയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയിട്ട് അതിനെ കിടന്ന് മൺസൂൺ വരുന്ന സമയത്ത് അത് കണ്ടപ്പോൾ തന്നെ അടച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മൺസൂൺ വരുന്ന സമയത്ത് അത് ഭയങ്കരമായ ചോർച്ചയായി മാറും. അതിനേക്കാൾ നല്ലത് അതത് സമയത്ത് അത് ചെയ്തു പോകുന്നതല്ലേ. എന്താണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നതെന്നറിയാമോ? ഓ മൈ ഗോഡ്, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇന്നിത് മനസ്സിലാക്കുക. നമ്മുടെ എല്ലാവരുടെ അകത്ത് ഒരു മടിയുടെ കഥാപാത്രവുമുണ്ട്, ഉത്സാഹിയുമുണ്ട്. നമ്മൾ ഏതിന് തീറ്റ കൊടുക്കും എന്നുള്ളതാണ്. മടിയനെ തീറ്റിപ്പുലർത്തുമോ, അല്ലെങ്കിൽ നമ്മുടെ അകത്തുള്ള ഉത്സാഹിയെ വളർത്തിയെടുക്കുമോ? ഉത്സാഹിയെ വളർത്തിയെടുക്കുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റെഫ്യൂസ് എക്സ്ക്യൂസസ്. ഓരോരോ കാര്യങ്ങൾ ന്യായം പറഞ്ഞു മാറ്റി വയ്ക്കുന്നതിന് വരെ ഇപ്പം അങ്ങ് ചെയ്തേക്കാം. എൻ്റെ പാസ്റ്റർ, ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ചെറുതായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ പാസ്റ്റർ എന്നോട് പറയും, ഡാമിയൻ ഇപ്പം തന്നെ അങ്ങ് ചെയ്തേക്കാം, അല്ലെങ്കിൽ മറന്നുപോകും. അപ്പോൾ ഞാൻ ഉടൻ തന്നെ ഓടും. അപ്പോൾ ഉടൻ തന്നെ ചെയ്യും. ഡാമിയൻ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, ഇപ്പം തന്നെ അങ്ങ് ചെയ്തു, അല്ലെങ്കിൽ മറന്നുപോകും. അപ്പോൾ ഉടൻ തന്നെ ഞാനതങ്ങ് ചെയ്യും. സ്ഥിരം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ടിരുന്നത്, ഇപ്പോൾ തന്നെ അങ്ങ് ചെയ്തേക്കുക, അല്ലെങ്കിൽ മറന്നുപോകും. അതെൻ്റെ അകത്ത് അങ്ങ് ശരിക്കും വേരിറങ്ങി. അദ്ദേഹത്തിലൂടെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്.
മാറ്റിയിടാതെ ഇപ്പോൾ തന്നെ അങ്ങ് ചെയ്യുക, ഇപ്പോൾ തന്നെ അങ്ങ് ചെയ്യുക. അല്ല, ഒന്ന് പറഞ്ഞേ, ഇപ്പോൾ തന്നെ അങ്ങ് ചെയ്യുക, മാറ്റിയിടാതെ ചെയ്യുക ചെയ്യുക ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാനൊരു ഒരു ഒരു ആർട്ടിക്കിൾ വായിച്ചത് ഇങ്ങനെയാണ്. ഒരു ഹോട്ടലിൽ, ഞാനിവിടെ ലീഡർഷിപ്പിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഒരു ഹോട്ടലിൻ്റെ ഒരു ചെയിൻ ഓഫ് ഹോട്ടൽസാണ്. അതിൻ്റെ സൂപ്പർവൈസറായിട്ടുള്ള ഒരാൾ ഒരു ബ്രാഞ്ച്, അതായത് ഒരു ഹോട്ടൽ, അവരുടെ നെറ്റ്വർക്കിൽ ഒരു ഹോട്ടൽ സന്ദർശിക്കാൻ വന്നിരിക്കുക. അപ്പോൾ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെ ക്രൂവിനെല്ലാം വിളിച്ചുകൂടി ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോന്നും വിസിറ്റ് ചെയ്ത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ റൂമൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അവർ പറഞ്ഞു, ആ ഫേർണിച്ചർ ശരിക്കും പറഞ്ഞാൽ ഈ പൊസിഷനിൽ വരികയും ഈ പൊസിഷനിൽ വരികയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇവിടെ തന്നെ എല്ലാവരും പേനയെടുത്ത് നോട്ട് പാഡിൽ കുറിക്കാൻ തുടങ്ങി. ഇതിങ്ങോട്ട് പൊസിഷനൊക്കെ നോക്കി വരച്ചു. അപ്പോൾ ഈ സൂപ്പർവൈസർ പറഞ്ഞു, നോട്ട്സ് എഴുതണ്ട, ഇത് നമുക്കിപ്പോൾ തന്നെ അങ്ങ് ചെയ്യാം. അപ്പോൾ ഈ സൂപ്പർവൈസർ തന്നെ ഫേർണിച്ചറിൻ്റെ ഒരു സൈഡിൽ, കട്ടിലാണെന്നേ, കട്ടിലിൻ്റെ ഒരു സൈഡിൽ പിടിച്ചു. അപ്പോൾ ബാക്കിയുള്ള, അയ്യോ സാറ് മറിക്കും. എല്ലാവരും കൂടി അങ്ങ് കയറി പിടിച്ചു, അത് കറക്റ്റാക്കി. പിന്നെ ഈ ക്ലോക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പൊസിഷനിലേക്ക് കൊണ്ട് കുറച്ചുകൂടി ഈസ്തറ്റിക്കലി അതാണ് നല്ലത്. അപ്പോൾ അവരെല്ലാവരും കൂടി നോട്ട് ചെയ്ത് ക്ലോക്ക് ഇങ്ങോട്ട് മാറ്റണം. അപ്പോൾ അതിൻ്റെ അസൈൻമെൻറ്റ് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ, ഇപ്പം തന്നെ നമുക്ക് അങ്ങനെ ചെയ്തേക്കാം. അദ്ദേഹം ഒരു സ്റ്റൂൾ എടുത്ത് തന്നെ മുകളിലോട്ട് കയറി ആ ക്ലോക്ക് അങ്ങോട്ട്, അയ്യോ സാറ് കയറണ്ട, ഞങ്ങൾ തന്നെ ചെയ്തോളൂ. അവരും കൂടി കയറി, അപ്പോൾ തന്നെ അത് മാറ്റി. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം നടന്ന് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് അവർ ചിന്തിച്ചോ, ആ മാറ്റങ്ങൾ വരുത്തിയ ശേഷമാണ് അവർ ആ ട്രിപ്പ് അവസാനിപ്പിച്ചത്. ഉത്സാഹം, സ്ഥിരോത്സാഹം, അധ്വാനശീലം. ഇന്ന് മടി മരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പറഞ്ഞേ, നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ മടി ഇന്നും മരിക്കട്ടെ. മടിയെ നമുക്കൊന്ന് കുഴിച്ചിടാം. മടിയുടെ ശവസംസ്കാരം ഇന്നത്തെ ഡേറ്റ് എഴുതിക്കോ. മടിയുടെ ശവസംസ്കാരം ഇന്ന്. ആ ഉത്സാഹി ജനിക്കട്ടെ, ഉത്സാഹി വളരട്ടെ. എവിടെ എത്തണമോ അവിടെ കർത്താവ് എത്തിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ? വേണോ? കൈനീട്ട്. കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരുടെ അകത്തുള്ള മടിയൻ അല്ലെങ്കിൽ മടിയത്തി ഇന്ന് മരിച്ചതിനായി സ്തോത്രം. മാത്രമല്ല, അകത്തിരിക്കുന്ന അത്യുത്സാഹി ഇന്ന് ഉണർന്ന് എഴുന്നേറ്റ് അടിച്ചു കയറിപ്പോട്ടെ. വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ സാധിക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ജോലി ചെയ്യുന്നവർ, വീട്ടമ്മമാർ, കാര്യങ്ങൾ നോക്കി നടത്തുന്നവർ, ബിസിനസ്സുകാർ, എല്ലാവരും ഒന്നും മാറ്റിയിടാതെ വേഗത്തിൽ ചെയ്യാൻ കർത്താവ് സഹായിക്കണമേ. ശുശ്രൂഷകർക്ക് ഇത് കാണുന്നുണ്ടല്ലോ, അവരുടെ ജീവിതത്തിലും ഹൗസ് വിസിറ്റ് ആകട്ടെ, ഒരാളെ വിളിക്കുന്നതാകട്ടെ, ഇതൊന്നും മാറ്റിയിടാതെ വേഗത്തിൽ ചെയ്യാൻ എല്ലാവരെയും സഹായിക്കുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൈകൾ നീട്ട. കർത്താവ്, ഈ ആസ്മ രോഗമുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് സൗഖ്യമാകാനുള്ള ലൈസൻസ് ഉണ്ട്, കൈനീട്ട. വിശ്വസിക്കുന്നവർക്ക് സൗഖ്യമാകാമല്ലോ യേശുവിൻ നാമത്തിൽ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. അതുപോലെ ഈ ഹാർട്ട് ബീറ്റ്സ് ഇടയ്ക്ക് കിട്ടുന്നില്ല, ഇടയ്ക്ക് മിസ്സായി പോകുന്ന ഹാർട്ട് ബീറ്റ്സ്, യേശുവിൻ്റെ നാമത്തിൽ ആ റിഥം കറക്റ്റാവട്ടെ. നട്ടെല്ല് സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന പുകവലി പോലെയുള്ള എന്ത് അഡിക്ഷനും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. നിങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണേ. ഗോഡ് ബ്ലസ് യു. സീ യു ടുമോറോ. ബൈ.